Hold up. Yeah. Swirl. നിങ്ങൾ വാങ്ങണമെന്ന് മനസ്സിൽ വിചാരിച്ച സാധനത്തിന്റെ പരസ്യം നിങ്ങൾ പലതവണയും ഇന്റർനെറ്റിൽ കണ്ടിട്ടുണ്ടാവും. കാണുന്ന തവണയൊക്കെ ഇത് യാദൃശ്ചികമായി നടക്കുന്നതാണെന്ന് കരുതി തള്ളിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാവുന്നതിലും കൂടുതൽ ഗൂഗിളിന് നിങ്ങളെക്കുറിച്ച് അറിയാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ടെക് മല്ലുവിലേക്ക്. ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രൗസറിനെ കുറിച്ച് സംസാരിച്ചു. അതായത് നമ്മുടെ ഏത് സൈറ്റിൽ നിന്നും ഏത് വീഡിയോ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രൗസറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. അത് DuckDuckGo എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനായി ഇതിന്റെ പിന്നിൽ ഒരുപാട് റിസർച്ചും കഷ്ടപ്പാടും ഉണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടി താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്നെ സഹായിക്കുന്നതുമാണ്. അപ്പോൾ തീർച്ചയായും അത് ചെയ്യുക. അതെനിക്ക് വളരെ വലിയൊരു പ്രചോദനമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഏകദേശം 460 മില്യൺ ആളുകളാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ള രാജ്യത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. 2020ഓടെ 460 മില്യണിൽ നിന്ന് 635.8 മില്യൺ ആകുമെന്നാണ് പ്രതീക്ഷ. ഇത്രയും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പോലും നിസ്സാരമായി എടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഗൂഗിൾ ട്രാക്ക് ചെയ്യുക. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ മുതൽ നിങ്ങൾ ഇന്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഗൂഗിളിന് അറിയാം. ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തെ ആക്യുറേറ്റ് ആയി അളക്കാൻ കഴിയുക എന്നാണ്. അത് ഒരളവ് വരെ ഗൂഗിൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഗൂഗിൾ ഇതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നായിരിക്കും അല്ലെ? അപ്പോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ കുറിച്ചുള്ള ഡേറ്റ അഡ്വർടൈസേഴ്സിനും അതുപോലെ തന്നെ ആവശ്യമുള്ള ഏതൊരാൾക്കും പണത്തിന് വേണ്ടി വിൽക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഗൂഗിളിന് ഏകദേശം ഏത് ലെവൽ വരെ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും ഇപ്പൊ നിങ്ങളുടെ സംശയം അല്ലെ? അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഗൂഗിളിന്റെ കേപ്പബിലിറ്റിക്കൊന്നും ഒരളവില്ല. അത്രയും കൂടുതൽ നിങ്ങളെ അറിയാനും മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ന് ഗൂഗിളിനുണ്ട്. നമ്മൾക്ക് ചൈനയുടെ കേസ് എടുക്കാം. ഗൂഗിൾ ചൈനയിൽ സീക്രട്ട് ആയി ഗൂഗിളിന്റെ തന്നെ ഒരു കവേർഡ് സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഗൂഗിൾ യൂസേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ചൈന ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഗൂഗിൾ തന്റെ യൂസേഴ്സിന്റെ ഫോൺ നമ്പർ സെർച്ചുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് അവിടുത്തെ പ്രശ്നക്കാരെയും മറ്റും പിടിക്കാനാണ്. ബേസിക്കലി ഈ വിവരം പുറത്തു വന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ്. അതായത് അതുവരെ ഇത് പൂർണ്ണമായും സീക്രട്ട് ആയിരുന്നു. ഇതൊക്കെ ഗൂഗിൾ ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടി മാത്രമാണ്. തന്റെ യൂസേഴ്സിന്റെ പ്രൈവസിയെക്കാളും ലാഭത്തിനാണ് ഗൂഗിൾ വില കൽപ്പിക്കുന്നത്. നിങ്ങൾ ഓരോ തവണ ഗൂഗിൾ ഉപയോഗിക്കുമ്പോഴും ഗൂഗിൾ ഒരു സെർവർ ലോഗ് ഉണ്ടാക്കുകയും ബ്രൗസറിന്റെയും OSന്റെയും കോൺഫിഗും അതുപോലെ തന്നെ IP അഡ്രസ്സും സേവ് ചെയ്യുകയും നിങ്ങളുടെ ഡിവൈസിലേക്ക് ഒരു ബ്രൗസർ കുക്കി നിക്ഷേപിക്കുകയും ചെയ്യും. എന്നിട്ട് ആ ബ്രൗസർ കുക്കിയിൽ നിന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റിന്റെയും വെബ്സൈറ്റുകളുടെയും ലിസ്റ്റ് അവിടെ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ കുക്കി ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കുക്കി 30 വർഷം വരെ നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടാവുകയും പിന്നീട് സ്വയം ഡിലീറ്റ് ആവുകയും ചെയ്യും. ഈ 30 വർഷത്തിന്റെ കാലാവധിക്കുള്ളിൽ ഗൂഗിൾ ഏകദേശം നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞിരിക്കും അല്ലെ? ഇനി ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുത്തുകയാണ് അടുത്ത പരിപാടി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പർ ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റു വെബ്സൈറ്റുകളുടെ സഹായം തേടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എടുക്കാൻ സാധിക്കുന്നതാണ് ഗൂഗിളിന്. ഇനി അതൊക്കെ പോട്ടെ, നിങ്ങൾ ഒരു ഗൂഗിളിന്റെ മറ്റേതെങ്കിലും വെബ്സൈറ്റിന്റെ യൂസർ ആണെങ്കിൽ, അതായത് പ്രൊഡക്റ്റിന്റെ യൂസർ ആണെങ്കിൽ, അതായത് ജിമെയിൽ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇതുപോലത്തെ ഏതെങ്കിലും ഒരു
പ്രൊഡക്റ്റിന്റെ യൂസർ ആണെങ്കിൽ അതിൽ നിന്നും ഗൂഗിളിൽ നിങ്ങളുടെ നമ്പർ ലഭിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങളുടെ നമ്പർ ലഭിക്കാൻ വേണ്ടി ഗൂഗിൾ നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായി ടൈപ്പിലാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒന്നും ഈ കാര്യങ്ങളൊന്നും നിർത്തുന്നില്ല. നിങ്ങളൊരു ജിമെയിൽ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ മെയിലിൽ വരുന്ന കാര്യങ്ങളും ഗൂഗിൾ സ്കാൻ ചെയ്യാറുണ്ട്. ഗൂഗിൾ നിങ്ങളുടെ മെയിലിൽ നിന്ന് ചില കീവേഡുകൾ സ്കാൻ ചെയ്യുകയും നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈലും മറ്റും മനസ്സിലാക്കുകയും ചെയ്യും. ഓരോ ആളുകളും നടക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഓരോ ആളുകളുടെ റൈറ്റിംഗ് സ്റ്റൈലും ടൈപ്പ് ചെയ്യുന്ന രീതിയും. ഓരോ ആളുകൾക്ക് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പിംഗ് ശൈലിയും അതുപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈലുമാണ് ഉണ്ടാകുക. ഈ കാരണം കൊണ്ട് തന്നെ ഇനി നിങ്ങൾ വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ പോലും ഗൂഗിളിന് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഇതൊന്നും പോരെങ്കിൽ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. എല്ലാ ഫോണുകളിലും അഡ്വർടൈസിങ് ID എന്ന് പറയുന്ന ഒരു ID ഉണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സമാധാനം മാത്രമേ നമുക്ക് ഉണ്ടാവും. അതായത് ഓൺലൈനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ലേ ഈ ട്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നതായിരിക്കും. പക്ഷേ അല്ല, ഗൂഗിൾ ഇപ്പോ മാസ്റ്റർ കാർഡ് പിന്നെ അതുപോലെ തന്നെയുള്ള കുറച്ച് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് കമ്പനീസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോ നാട്ടിലുള്ള സ്റ്റോറിൽ പോയി ഒരു സാധനം സ്വൈപ്പ് ചെയ്ത് വാങ്ങിച്ചാൽ പോലും ഗൂഗിളിന് ആ സാധനം എന്താണെന്ന് അറിയാൻ സാധിക്കും. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഗൂഗിളിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൺലൈനായിട്ട് കണ്ടൊരു പരസ്യത്തിന്റെ സാധനമാണ് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങുന്നതെങ്കിൽ അത് ഗൂഗിളിന് തന്റെ അഡ്വർടൈസേഴ്സിന് കാണിക്കാം. അതായത് ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഈ സാധനം ഞാൻ ഓൺലൈനായിട്ട് പരസ്യം കണ്ടിരുന്നു ഇവർ, പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവരുടെ കാര്യം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയ രീതികളാണ്. അതായത് ഗൂഗിൾ നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് നമ്മൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയ രീതികളാണ് ഇതൊക്കെ. ഇനി ഇതല്ലാതെ മറ്റേതൊക്കെ രീതിയിൽ ഗൂഗിൾ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തില് നമുക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയൂ. ഇപ്പോ ഇതിൽ നിന്നും എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ നമുക്ക് ഒരു മാർഗവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനെറ്റ് യൂസർ എന്ന രീതിയിൽ നമുക്ക് പൂർണ്ണമായും ഗൂഗിളിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കൽ നിർത്താനോ സാധിക്കുന്നതല്ല. പക്ഷെ അവിടെയാണ് കുറച്ചെങ്കിലും പ്രൈവസി ലഭിക്കാൻ വേണ്ടി DuckDuckGo എന്ന് പറയുന്ന ഈ ഒരു സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ DuckDuckGo എന്ന വെബ്സൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ DuckDuckGoനെ കുറിച്ച് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോഫിൽ എന്ന ഫീച്ചർ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് എഞ്ചിനിൽ പോയി എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പകുതി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി താനെ ഫില്ലാവും അല്ലെ. അപ്പൊ ഈ ഫീച്ചർ ആക്ച്വലി ഗൂഗിൾ DuckDuckGoയിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. അപ്പോൾ DuckDuckGo എന്ന് പറയുന്നത് ഗൂഗിളിനെ പോലെ തന്നെ ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ബ്രൗസറും ഉണ്ട്. അതായത് ഗൂഗിളിന് ക്രോം ഉള്ളതുപോലെ തന്നെ DuckDuckGoന്റെ ബ്രൗസറും ഉണ്ട്. അപ്പൊ ഇവരും ഗൂഗിളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DuckDuckGo നിങ്ങളെ 100% ട്രാക്ക് ചെയ്യത്തില്ല. ഓക്കെ, പക്ഷെ ഗൂഗിൾ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് DuckDuckGo 100% നിങ്ങൾക്ക് പ്രൈവസി തരുന്ന ഒരു സർവീസ് ആണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇനി DuckDuckGo അപ്പൊ നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കുക. എനിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് DuckDuckGo എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചെങ്കിലും പ്രൈവസി തരുന്നതുകൊണ്ട് തന്നെ. അപ്പോ ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എന്റെ ചാനലിൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്ന പരസ്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ആപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കുറച്ചെങ്കിലും പ്രൈവസി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ എല്ലാ വീഡിയോന്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ഗിവവേയിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഗിവവേയുടെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്കൊരു ഡ്രോൺ വിജയിക്കണമെങ്കിൽ തീർച്ചയായും ഗിവവേയുടെ വീഡിയോയും പോയി കാണുക. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നതുവരെ ടെക് മല്ലു എന്ന ഈ ചാനലിനെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. techmalluofficial എന്നാണ് എൻ്റെ യൂസർ നെയിം.
അതുപോലെ തന്നെ ഇവിടെ യൂട്യൂബിലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.